കാര്യങ്ങളൊന്നും എന്തില്ല. ജസ്റ്റ് ഞാൻ പറയാം സിമ്പിളായിട്ട് നമ്മളെ പോലുള്ള സാധാരണക്കാർ, നിന്നെ എന്നെ പോലുള്ള സാധാരണക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ വേറെ എന്തോ അതായത് സാധാരണ ഈ പുരുഷന്മാർക്ക് 30 ഏജ് നിന്റെ വീഡിയോസ് ഒക്കെ നല്ലതാണ്. നീ ആ ക്യാപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നീ പൊളിയാണ്. നോക്ക് ഞാൻ ഇടുന്നുണ്ടാവും. നമ്മൾ നല്ലൊരു മൊമെന്റ് ആണ്, അതൊരിക്കലും തോണ്ടരുത്. അതായത് പൊതുവെ ഈ ആൺകുട്ടികൾക്ക് പറഞ്ഞാൽ 30 വയസ്സ് 32 വയസ്സ് കഴിഞ്ഞാൽ ഏജ് കാറ്റഗറി കഴിഞ്ഞാൽ മാരേജ് കിട്ടാൻ ഭയങ്കര ഡിമാൻഡ് കുറവാണ്. ഒന്നെങ്കിൽ ഈ കിട്ടുന്ന ആൾ ഭയങ്കര പ്രിവിലേജഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പണം കിട്ടണം, അങ്ങനെ ഒരു പൊതുവെ സിസ്റ്റത്തിലുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ റോബിന് അത്ര ഏജ് ആയി, എന്നിട്ട് ആ ഏജിലാണ് ഇപ്പോൾ കിട്ടുന്നത്. അതങ്ങനല്ലേ പറഞ്ഞത്? അത് കിട്ടുന്ന പെയറാണെങ്കിലും നല്ല പെയറായിട്ട് ആദ്യപ്പോട്ടേക്ക് ഒരു മെയ്ഡ് ഫോർ ഈച്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്ത ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അല്ല, അത് ഒബ്വിയസ്ലി ഉണ്ട് ബ്രോ. ഞാനത് ചുമ്മാ പറയുന്നില്ല. എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം ഏജ് ഒരു ഫാക്ടറല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. എപ്പോഴെങ്കിലും കണ്ടുള്ളത് പക്ഷേ ഏജ് ഒരു 30 കഴിയുമ്പോഴത്തേക്ക് പലരും, അല്ലെങ്കിൽ ഒരു 32 കഴിഞ്ഞാൽ 34 കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പെൺകുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആണുങ്ങളെ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം അവർ പ്രിഫറൻസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ ഫോർച്യുനേറ്റ്ലി ഞാൻ കുടീനെ കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ടു. എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെയുള്ള കാര്യം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രായമുള്ള ആൾക്കാരും കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് തന്നെ എത്ര പേര് 35 വയസ്സിൽ കൂടുതലുള്ളവർ കിട്ടുന്നുണ്ടായിരിക്കും, നിനക്കറിയാവോ? അല്ലേ? ഞാൻ പറയട്ടെ, ഒരു 100-ൽ ചിലപ്പോൾ ഒരു 50% ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കും. ഒരു 50% എല്ലാത്തിലും ഇല്ലേ? അങ്ങനെയുള്ള എല്ലാവർക്കും കല്യാണം കഴിക്കട്ടെ, എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു വധുവിനെ വരനെ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഒബ്വിയസ്ലി. കാരണം അത് എല്ലാവരുടെ ആഗ്രഹമില്ല. നമ്മുടെയൊക്കെ ഒരു അല്ലേ? നിനക്ക് എത്ര വയസ്സായി? നിനക്കൊരു 26, 28 ഉണ്ട്. ഇപ്പോൾ കെട്ടിയാ? കെട്ടണ്ടേ? കെട്ടിയിട്ട് വേണം നിന്നെ ഏറി കേട്ടാ. ഓൺ എയർന്ന് ഇട്ടിട്ട് അവൻ കറക്റ്റ് അവൻ ക്യാപ്ഷൻ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്.